അവരുടെ പ്രത്യേകതകളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 3 വർഷം അവർ തനിച്ച് ഭാര്യയായിട്ടുണ്ടായി എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു തആല മരണപ്പെട്ടു. ഖദീജ റളിയല്ലാഹു തആലയുടെ വിയോഗാനന്തരം സൗദിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവരോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷം ജീവിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നില്ല, അവർ മാത്രം ഉണ്ടായിരുന്നത്. ആ 3 വർഷത്തിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി. പിന്നെ ഹിജറയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദിയോടെ തന്നെയാണ് ജീവിച്ചത്. പിന്നെ ആയിഷ റളിയല്ലാഹു തആലയുമായിട്ട് റസൂലുള്ള വീട് കൂടി. അത് അവരുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ 3 വർഷം ഭാര്യയായി തനിച്ചുണ്ടായി എന്നുള്ളത്. അവരുടെ ശാരീരിക പ്രത്യേകത, അവർ തടിച്ച ഒരു ശാരീരിക പ്രകൃതിയുള്ള മഹതിയായിരുന്നു. ഇവിടെ നമ്മൾ അവരുടെ ശ്രേഷ്ഠത പറയുമ്പോൾ അതിനെക്കുറിച്ച് ഉണർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ ഹജ്ജ് ചെയ്ത്, അപ്പോൾ ആയിഷമ്മ പറയാണ് റസൂലുള്ളാഹിൻ്റെ കൂടെ അവർ ഹജ്ജ് ചെയ്ത്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെല്ലാവരും ഉണ്ട്. ഹജ്ജ് ചെയ്തപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് അർദ്ധരാത്രി, അറഫയിൽ നിന്നു മുസ്ദലിഫയിലേക്ക് വന്നു. മുസ്ദലിഫയിൽ അർദ്ധരാത്രി ആയപ്പോൾ സൗദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ച്. എന്തിനാ അനുവാദം ചോദിച്ചേ? മിനയിൽ പോകാൻ. കാരണം പിറ്റേന്ന് ദുൽഹജ്ജ് 10 ജംറകളിൽ തിരക്ക് വരും, പ്രയാസമാകും. പിന്നെ മാത്രമല്ല, പിന്നെ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഇവർ അനുവാദം ചോദിക്കാൻ കാരണം കാനത്ത് ദഖ്മതൻ സഖീലതൻ ബതീഅതൻ എന്നാണ്. കാനത്ത് ദഖ്മതൻ, അവർ തടിച്ച സ്ത്രീ ആയിരുന്നു. അതേപോലെ തന്നെ സഖീലതൻ എന്ന് പറഞ്ഞാൽ ഭാരിച്ച കാൽവെപ്പുകളിൽ നടക്കുന്ന, അതേപോലെ തന്നെ ബതീഅതൻ സ്ലോ, വളരെ സാവകാശം നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മുസ്ദലിഫയിൽ അർദ്ധരാത്രി വരെ നിന്ന് അർദ്ധരാത്രി തന്നെ അവരോടേക്ക് പോയി, മിനയിലേക്ക് പോയി. അങ്ങനെ മിനയിൽ അവർ ഫജ്ർ നമസ്കരിച്ചു. അവർ നേരത്തെ ഹാജിമാരെത്തുന്നതിന് മുമ്പ് ജംറകളിൽ കല്ലെറിയുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫുഖാക്കൾ പറയുന്നത്, അങ്ങനെയുള്ള സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, അവരെ അനുഗമിക്കുന്നവർ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, മുസ്ദലിഫയിൽ രാപ്പാർത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ അർദ്ധരാത്രിയോടുകൂടി തന്നെ അവർക്ക് മിനയിൽ പോയിട്ട് പോകാം എന്നുള്ളത്, മുസ്ദലിഫയിൽ നിന്ന് പോകാം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പിറ്റേന്ന് രാവിലെ ആ തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ എനിക്കും സൗദയെപ്പോലെ റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചിട്ട് രാത്രി തന്നെ മുസ്ദലിഫ വിടാമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയാറുണ്ട്. സൗദ റളിയല്ലാഹു തആലയുടെ ഒരു സ്വഭാവ വിശേഷമായിരുന്നു, അവർ അല്പം ഒരു ഹിദ്ദത്തുള്ള സ്ത്രീയായിരുന്നു. ഹിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത, അല്പം ഒരു കടുത്ത ഒരു പ്രകൃതം സ്വഭാവത്തിൽ. പക്ഷെ കടുത്ത പ്രകൃതമാണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ പ്രകൃതത്തിൽ നിന്ന് ഒരു ലോല പ്രകൃതിയിലേക്ക് അവർ മടങ്ങും എന്നുള്ളതാണ്. അതാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. കാരണം കുറച്ച് പ്രായം കൂടുതലുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രയോഗങ്ങളിൽ എന്ത് ചെയ്യും, ഒരു കടുത്ത നിലപാട് അവർക്കുണ്ടാകും. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ ആ കടുത്ത പ്രകൃതിയിൽ നിന്ന് അവരെന്ത് ചെയ്യും, തൻ്റെ ലോല പ്രകൃതിയിലേക്ക് അവർ മാറുമായിരുന്നു എന്നുള്ളതാണ്. അതവിടെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാർക്കും ദിവസങ്ങൾ വീതിക്കുമായിരുന്നു, അവരുടെ കൂടെ അന്തി ഉറങ്ങാൻ ദിവസങ്ങൾ വീതിക്കുമായിരുന്നു. അപ്പോൾ സൗദ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അവദ് അൻ ഉഹ്ശറ ഫി സുംറത്തി അസ്വാജിക്, റസൂലെ നിങ്ങളുടെ ഭാര്യമാർ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് വേർപിരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് നിലനിർത്തണം. എൻ്റെ ദിവസം അത് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ആയിഷയ്ക്ക് വേണ്ടി, ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുകയാണ് എന്ന് അവർ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു രാവ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടില്ല. കാരണം അവർ പ്രായാധിക്യമായിരുന്നു. അത് ഈ ആയത്ത് അവതീർണമായത് ആ വിഷയത്തിലാണ്. ഏതായാലും
എന്തുകൊണ്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് റസൂലുള്ളാഹിനോട് അങ്ങനെ ഒരു വിഷയത്തിൽ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു പ്രകൃതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അങ്ങനെ ഒരു പ്രകൃതം വരികയാണെങ്കിൽ പ്രത്യേകപ്പെട്ട് അവർ മടങ്ങിയാലും മനസ്സിലായി അത് അവർ ഭയന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനത്തിൽ ഒരു കടുത്ത നിലപാട് തന്നിൽ നിന്ന് വരുമോ എന്ന് ഭയന്നിരുന്നു. റസൂലുള്ളാഹിൻ്റെ മനസ്സിനെ അവർ നന്നായി മാനിച്ചിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി, റസൂലുള്ളാഹിൻ്റെ മനസ്സിൽ ഒരു പോറലോ ഒരു വിഷമമോ ഏൽക്കാതെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളതാണ് സൗദ എന്നവരുടെ ഒരു പ്രത്യേകത. അതാണ് അവരുടെ ഉണർത്തുന്നത്. ആയിഷ റളിയല്ലാഹു തആലയാണ് അത് പറയുന്നത്. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രവാചക പത്നിമാരിൽ സൗദയോടായിരുന്നു. അവരാണ് പറയുന്നത് ഒരു ഹിദ്ദത്തിൻ്റെ പ്രകൃതം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ ഭാര്യമാരും ഹജ്ജ് ചെയ്ത് ഹജ്ജിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഗതിയാണ് ഇന്നമാ ഹാദിഹി ഹിയൽ ഹജ്ജത്തു സുമ്മ ഇൽസംന ദുഹൂറൽ ഹുസ്ർ എന്ന്. ഇതാണ് ഹജ്ജ്. ഇനി നിങ്ങൾ വീടുകളിൽ ഒതുങ്ങിക്കൂടണമെന്നാണ് അതിനർത്ഥം. ദുഹൂറൽ ഹുസ്ർ ഹുസ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായക്കാണ് പറയാം. പായപ്പുറത്ത് ഒരുങ്ങി കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ മതി എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? സൗദ റളിയല്ലാഹു തആല അൻഹയുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ ഇൽസംന ദുഹൂറൽ ഹുസ്ർ നിങ്ങൾ ഇനി വീടുകളിൽ ഒതുങ്ങിക്കോളിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സൗദയും സൈനബ് ബിൻത് ജഹ്ഷും രണ്ട് ഭാര്യമാർ അവർ രണ്ടുപേരും അതിനോട് പ്രതികരിച്ചത് ലാ തുഹർരികുന ദാബത്തുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷം ഇനി ഞങ്ങൾ ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കില്ല എന്നുള്ളതാണ്. വാഹനപ്പുറത്ത് സഞ്ചരിക്കില്ല എന്നുള്ളതാണ്. അതിൽ ആ ഒരു വാഗ്ദാനം അവർ രണ്ടുപേരും പുലർത്തി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം പിന്നെ ഹുജറയിൽ നിന്ന് മഖ്ബറയിലേക്ക് മാത്രമാണ് സൗദ പുറത്തേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അവർ മരണപ്പെട്ടത് ഹിജ്റാബ്ദം ഉമർ അള്ളാഹിൻ്റെ ഖിലാഫത്തിൻ്റെ ഒടുവിലാണെന്നും ഹിജ്റാബ്ദം 54-ലാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പലരും ഹിജ്റാബ്ദം 54 എന്നതിനെയാണ് ബലപ്പെടുത്തിയിട്ടുള്ളത്. അതുവരേക്കും അവർ വീട്ടിൽ ഹുജറയിൽ ഒതുങ്ങിയ ജീവിതമായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹിൻ്റെ ഈ ഒരു വസിയത്തിനപ്പുറം. അതവരുടെ ഒരു മഹത്വമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്.